നമുക്ക് ധ്യാനം ആരംഭിക്കാം. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവവചനം വായിച്ച് അതിനെ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് ഉൾക്കൊള്ളുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശ്രോതാക്കൾ എല്ലാം അത് കേട്ട്, ദൈവവചനം കേട്ട് അത് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് നിറവാൻ നീ തരുന്ന വാക്കുകൾ ഉപയോഗിച്ച്, നീ തരുന്ന ആശയങ്ങൾ കർത്താവെ അത് പ്രഖ്യാപിക്കുവാൻ, പറയുവാൻ അടിയനെ നീ ശക്തനാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യവും ബലവും തരണമേ, വചനങ്ങൾ തരണമേ. നാവ് സംസാരിക്കുമ്പോൾ നിൻ്റെ ആ അറിവ് തന്നെ, നീ തരുന്ന വാക്കുകൾ തന്നെ ഉപയോഗിച്ച് കർത്താവെ പ്രഖ്യാപിക്കുവാൻ, പറയുവാൻ അടിയനെ നീ ശക്തനാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സാന്നിധ്യം ഞങ്ങളെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവെ അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മൾ 2 കൊരിന്ത്യർ 7-ാം അധ്യായമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഇന്ന് പഠിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. 11-ാമത്തെ വാക്യം മുതലാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. 11 ഞാൻ വായിക്കുകയാണ്. ദൈവികമായ ഈ ദുഃഖം എത്രയധികം ഉത്സാഹവും നിഷ്കളങ്കത തെളിയിക്കുവാനുള്ള താല്പര്യവും ധാർമ്മിക രോഷവും ഭയവും ആകാംക്ഷയും തീക്ഷ്ണതയും നീതിവാഞ്ചയുമാണ് നിങ്ങളിലെല്ലാം ഉളവാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവിൻ. ദുഃഖകരമായ ഒരു പശ്ചാത്തലം, അത് പശ്ചാത്താപത്തിൻ്റേതായിരുന്നു. കൊറിന്ത്യക്കാർക്ക് ഉണ്ടായ ആ പശ്ചാത്താപത്തിൽ പൗലോസ് സന്തോഷിക്കുന്നു. അതാണ് നേരത്തെ പറഞ്ഞു വെച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് ഉണ്ടായ ആ ദുഃഖം എന്തെല്ലാം നിങ്ങളിൽ മാറ്റം വരുത്തി. നിങ്ങളിൽ താല്പര്യമുണ്ടാക്കി, നിഷ്കളങ്കത ഉണ്ടാക്കി, നിങ്ങളിൽ ഉത്സാഹമുണ്ടാക്കി, ധാർമ്മിക രോഷമുളവാക്കി. അങ്ങനെ നിങ്ങൾ ആത്മീയമായ തോതിൽ വളർന്നു വരികയാണ് ചെയ്തത്. അതിൽ പൗലോസിന് സന്തോഷമാണ്. അപ്പോൾ ഇവിടെ അവർക്കുണ്ടായ ദൈവികമായ ദുഃഖം, കഴിഞ്ഞ ആഴ്ച എന്താണ് ഈ ദൈവികമായ ദുഃഖം എന്ന് നമ്മൾ മനസ്സിലാക്കി. അത് യഥാർത്ഥത്തിൽ ഒരു പശ്ചാത്താപത്തിൻ്റെ അനുഭവമാണ്. ചെയ്ത തെറ്റിനെക്കുറിച്ച് അനുതപിക്കുന്നു, ഹൃദയത്തിൽ സങ്കടമുണ്ടാകുന്നു. ഞാൻ പത്രോസിൻ്റെയും യൂദാസിൻ്റെയും ദുഃഖത്തെക്കുറിച്ച്, പശ്ചാത്താപത്തെക്കുറിച്ച് എൻ്റെ വ്യത്യാസം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞായിരുന്നു. ഇവിടെ അതുകൊണ്ട് ദൈവികമായ ദുഃഖമെന്നാണ് പറയുന്നത്. അപ്പോൾ 2 തരമുള്ള ദുഃഖമുണ്ട്. ആ ദൈവികമായ ദുഃഖത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ പശ്ചാത്താപത്തെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. പശ്ചാത്താപത്തിന് ചില അനുഗ്രഹങ്ങളുണ്ട്, ചില വാഗ്ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ചില വാക്യങ്ങൾ ഞാനത് ഉദ്ധരിക്കാം. സങ്കീർത്തന പുസ്തകം 34-ന്റെ 18-ാം വാക്യം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ആരുടെ അടുത്താണ് സമീപസ്ഥനായിരിക്കുന്നത് കർത്താവ്? അത് ഹൃദയം നുറുങ്ങിയവരുടെ അടുത്താണ്. മനം ഉരുകിയവർക്ക് അവരുടെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ട് അവർക്കത് ചെയ്തു കൊടുത്ത് അവരെ രക്ഷിക്കുന്നു. കർത്താവ് നമ്മുടെ സമീപത്തുണ്ടെങ്കിൽ പിന്നെ നമുക്കെന്തിനാ പേടി, ഭയം? ഒരു കാര്യത്തെക്കുറിച്ച് എന്തിനാണ് ഉത്കണ്ഠ? ആവശ്യമില്ല. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടല്ലോ.
അപ്പോൾ യാതൊരു വിഷയത്തെക്കുറിച്ചും ഭാരപ്പെടേണ്ട. അത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പശ്ചാത്താപമുണ്ടായി ദുഃഖമുണ്ടായാൽ കർത്താവിൻ്റെ സാന്നിധ്യം, സാമീപ്യം നമ്മുടെ കൂടെ ഉണ്ടാകും, ഉണ്ടായിരിക്കും എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ജോയൽ പ്രവാചകൻ്റെ അകത്ത് ജോയൽ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, 2-ാം അധ്യായം 13-ാം വാക്യം: നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങുവീൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്, ശിക്ഷ പിൻവലിക്കാൻ സദാ അവിടുന്ന് സന്നദ്ധനുമാണ്. നമ്മൾ മടങ്ങണമെന്ന് പറഞ്ഞാൽ തെറ്റായ ഒരു വഴിക്കൂടെ നമ്മൾ പോയിട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥം. തിരിച്ചു വരുവീൻ. യോയേൽ പ്രവാചകൻ പറയുക, നിങ്ങൾ മടങ്ങി വരണം. എന്ത് ചെയ്യണം? നിങ്ങളുടെ ഹൃദയത്തിൽ കീറണം, പശ്ചാത്താപം ഉണ്ടാകണമെന്നർത്ഥം. വസ്ത്രമല്ല കീറേണ്ടത് എന്ന് എടുത്തു പറയാൻ കാരണം, ഇസ്രായേൽക്കാരുടെ ഇടയിൽ അവർക്ക് ഒരു ദുഃഖം ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ വസ്ത്രം കീറി അത് പ്രകടിപ്പിക്കും. വസ്ത്രം ഒരാൾ കീറുമ്പോൾ മനസ്സിലാകും അവൻ്റെ ഹൃദയത്തിൽ എന്തോ ഭാരമുണ്ട്, എന്തോ വിഷമമുണ്ട്, ദുഃഖമുണ്ട് എന്ന് കാണുന്നവർക്ക് മനസ്സിലാകും. ജോയൽ പ്രവാചകൻ പറയുന്നത് നിങ്ങളുടെ വസ്ത്രമൊന്നും കീറിക്കളയാണ്ട, അതല്ല ഇവിടെ പ്രധാന സംഗതി. നിങ്ങൾ പശ്ചാത്തപിക്കണം, ഹൃദയം കീറണം. നമുക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളൊക്കെ എല്ലാം അങ്ങനെ അല്ലെങ്കിലും പലതും പാപത്തിൻ്റെ ഒരു പരിണിത ഫലമാണ്. ഒരുപക്ഷെ ശിക്ഷയുമായിരിക്കാം, അല്ലെങ്കിൽ ശിക്ഷണമായിരിക്കാം. അപ്പോൾ ഹൃദയമാണ് കീറേണ്ടത്. ആ വിഷയത്തെക്കുറിച്ച്, ആ തെറ്റിനെക്കുറിച്ച് പശ്ചാത്താപം വേണം. വസ്ത്രം കീറിക്കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ഹൃദയമാണ് കീറേണ്ടത്. മടങ്ങി വരുവീൻ. നമ്മുടെ കർത്താവ് ഉദാരമതിയാണ്, കാരുണ്യവാനാണ്, ക്ഷമാശീലനാണ്, ശിക്ഷകളൊക്കെ ഇളവ് ചെയ്യുന്നവനാണ്. സദാ അവിടുന്ന് ശിക്ഷ പിൻവലിക്കാൻ സന്നദ്ധനായിട്ടിരിക്കുകയാണ്. എന്നെ ശിക്ഷിക്കുമോ എന്ന് പേടിച്ച് കർത്താവിനെ സമീപിക്കാതിരിക്കണ്ട. ചില കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അല്ലെ കുസൃതി ചെയ്തിട്ട് അവൻ്റെ അപ്പനിങ്ങോട്ട് വിളിക്കും, വാട ഒരു ഉപദേശം കൊടുക്കാനായിരിക്കും, അല്ലെ ചെറിയൊരു വടി കൊണ്ട് ഒരു അടി കൊടുക്കാനായിരിക്കും. പക്ഷേ ഈ കുട്ടി അങ്ങോട്ട് ചെല്ലാൻ മടിക്കും. ചെന്നാൽ അടി കിട്ടും എന്നൊരു ഭയം അവൻ്റെ ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ കർത്താവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മടങ്ങി വരുവീൻ. കർത്താവ് ശിക്ഷിക്കുമെന്നൊന്നും വിചാരിച്ച് പേടിക്കേണ്ട. കർത്താവ് ശിക്ഷിക്കത്തില്ല. ശിക്ഷ പിൻവലിക്കുവാൻ കർത്താവ് സന്നദ്ധനാണ്. അതാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത. ശിക്ഷിക്കുമെന്ന് വിചാരിച്ചൊന്ന് ഭയന്നിരിക്കണ്ട, പേടിച്ച് മറഞ്ഞിരിക്കുകയും വേണ്ട. ആദവും ഒക്കെ അങ്ങനെയല്ലേ ചെയ്തത്. കർത്താവിൻ്റെ കാൽ ഒച്ച കേട്ടപ്പോൾ അവർ ഒളിച്ചിരുന്നു. ഒളിച്ചിരിക്കാനൊക്കെയോ ദൈവത്തിൻ്റെ മുമ്പിൽ ആർക്കെങ്കിലും? അങ്ങനെയാണ് അവർ ചെയ്തത്. ഒളിച്ചിരിക്കുകയോ ഒന്നും ചെയ്യേണ്ട, മടങ്ങി വന്നാൽ മതി. ദൂർത്തപുത്രനും അങ്ങനെയല്ലേ ചെയ്തത്, മടങ്ങി വന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 7-ാം വാക്യം: അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും. സ്വർഗത്തിൽ എപ്പോഴും ഒരേ അവസ്ഥയാണോ? സ്വർഗത്തെക്കുറിച്ച് നമുക്കധികം അറിയത്തില്ലല്ലോ. എപ്പോഴും ഒരുപോലെ ഇങ്ങ് ഇരിക്കുവാണോ? എപ്പോഴും സമാധാനവും എപ്പോഴും സന്തോഷവും ഒരേ അവസ്ഥ? ഒരേ അവസ്ഥയല്ലെന്നാണ് നമ്മളിപ്പം മനസ്സിലാക്കുന്നത്. സന്തോഷം ഉണ്ടാകുന്ന ചില പ്രത്യേക അനുഭവങ്ങൾ സ്വർഗത്തിലുണ്ടാകും. അതിൻ്റെ ഒരു സന്ദർഭം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരാൾ തെറ്റ് ചെയ്തിട്ട് പിന്നീട് അനുതപിച്ചാൽ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. അതാണ് എൻ്റെ പ്രത്യേകത. 99 നീതിമാരവിടെ ഉണ്ട് എന്നുള്ളത് ശരിയാ. പക്ഷേ ഈ തെറ്റ് ചെയ്തവനെക്കുറിച്ചാണ് സന്തോഷം. അവൻ അനുതപിച്ചു എന്നുള്ളതിലാണ് സന്തോഷം. അത് അവിടെ സ്വർഗത്തിൽ ഉണ്ടാകും. അപ്പസ്തോല പ്രവൃത്തികൾ 2:38 പത്രോസിൻ്റെ ഒരു വാചകമാണ്. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവീൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവീൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം
നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് പശ്ചാത്താപത്തിനാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, കൃപ എന്തൊക്കെയാണെന്ന വാഗ്ദാനങ്ങൾ പറയുകയാണ്. പത്രോസ് പറയുന്നത് നിങ്ങൾ പശ്ചാത്തപിക്കണം. പശ്ചാത്തപിച്ചിട്ട് എന്ത് ചെയ്യണം? സ്നാനം സ്വീകരിക്കണം. പശ്ചാത്താപിച്ചിട്ട് സ്നാനം സ്വീകരിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. പശ്ചാത്തപിച്ചിട്ട് സ്നാനം സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ പത്രോസ് ഈ സ്നാനത്തെ പലപ്പോഴും അത് ഉപമിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചാണ്. ക്രിസ്തു തന്നെ ആ സ്നാനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് മരണത്തെക്കുറിച്ച്. എനിക്കൊരു സ്നാനം സ്വീകരിക്കുവാനുണ്ട് തൻ്റെ മരണത്തെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. പത്രോസ് മിക്കവാറും യേശുവിൻ്റെ മരണത്തെക്കുറിച്ചാണ് സ്നാനം എന്ന് പറയുന്നത്. നാം സ്നാനം സ്വീകരിക്കുന്നത് തന്നെ ഈ യേശുവിൻ്റെ മരണത്തിന് അതിൻ്റെ ഒരു തുല്യത കാണിക്കുകയാണ്. യേശുവിൻ്റെ മരണത്തോട് നമ്മൾ താദാമ്യപ്പെടുകയാണ് എന്നാണ് പത്രോസും പറയുന്നത്. കാരണം പാപത്തെ സംബന്ധിച്ചിടത്തോളം നാം മരിക്കുന്നു, വെള്ളത്തിൽ നമ്മൾ മുങ്ങുന്നു എന്നതിൻ്റെ അർത്ഥം അങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. നമ്മുടെ പാപത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മരിക്കുന്നു, പിന്നെ വെള്ളത്തിൽ നിന്ന് പൊങ്ങുന്നതോ ഉയർപ്പിനെ കാണിക്കുന്നു. പാപമെല്ലാം കഴുകിക്കളഞ്ഞത് ആത്മീയമായി വിശുദ്ധിയിൽ നമ്മൾ ഉയർന്നു വരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അതാണ് ഇവിടെ വാഗ്ദാനം. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്കും ലഭിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോസ്തലന്മാർക്കൊക്കെ കിട്ടിയല്ലോ. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അഗ്നിയുടെ രൂപത്തിൽ അവരുടെ മേൽ വന്നു. അവർ വിവിധ ഭാഷകളിലെ മറുഭാഷയിലൊക്കെ സംസാരിച്ചു. പത്രോസിൻ്റെ പ്രസംഗത്തിൽ അനേകർ പശ്ചാത്തപിച്ചു. ഇനി പശ്ചാത്തപിച്ച ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവരുടെ ചോദ്യം. നിങ്ങൾ പശ്ചാത്തപിക്കുവീൻ, സ്നാനം സ്വീകരിക്കുവീൻ, അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറഞ്ഞാൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമുക്ക് ആവശ്യമാണ്. ഈ ശക്തി ആത്മീയ തലത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് തലത്തിലാണെങ്കിലും നമുക്ക് ശക്തി ലഭിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനാലാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ വന്നിട്ട് പ്രവർത്തിക്കുവാൻ നമ്മൾ അവസരം കൊടുക്കണം, ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലോട്ട് വരണം. പശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞത് ഓർക്കണം. കാരണം പാപത്തോടു കൂടി അല്ലല്ലോ ദൈവത്തെ സമീപിക്കേണ്ടത്. പാപത്തെക്കുറിച്ച് നമ്മൾ മനസ്താപപ്പെട്ടിട്ട് കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, പശ്ചാത്തപിക്കുമ്പോൾ കർത്താവ് നമ്മുടെ സമീപത്ത് ഇങ്ങ് വരും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമുക്ക് ലഭിക്കും. ശിഷ്യന്മാരോടൊക്കെ യേശു ആദ്യമേ പറഞ്ഞൊരു കാര്യം, നിങ്ങളെല്ലായിടത്തും ലോകത്തിൻ്റെ അതിർത്തിയുള്ളവരെയും സുവിശേഷം അറിയിക്കണം. പക്ഷേ നാളെ എവിടെ പോകണ്ട, നിങ്ങളൊന്ന് കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾ ശക്തി പ്രാപിക്കും. അതിന് ശേഷമാണ് പോകേണ്ടത്. അല്ല സ്വന്തം ശക്തി കൊണ്ട് ഈ പ്രവൃത്തിയൊക്കെ ചെയ്ത് വിജയിപ്പിക്കാം എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. ആത്മീയ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്കിതൊക്കെയും ചെയ്യുവാൻ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുകയല്ല, നമ്മളിൽ കൂടെ കർത്താവ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ദാനം നമുക്ക് ലഭിക്കും. അപ്പോൾ പശ്ചാത്താപത്തിൻ്റെ അതുകൊണ്ട് കിട്ടുന്ന വിവിധ ദാനങ്ങളെക്കുറിച്ച് 3-4 ദാനങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിച്ചത്. ഇനി നമുക്ക് അടുത്ത വാചകത്തിലോട്ടും കയറണം. ആ 11-ൻ്റെ വേറൊരു ആശയം, നിങ്ങൾ നിർദോഷരാണെന്ന് തെളിയിച്ചു. അപ്പോൾ കൊറിന്തോസുകാർ നിർദോഷരാണ്. നിർദോഷത്തെക്കുറിച്ച് നമ്മൾ അങ്ങനെ ആയിരിക്കണമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. നിയമാവർത്തന പുസ്തകത്തിൽ തന്നെ 18-ാം അധ്യായം 13 ഞാൻ വായിക്കുകയാണ്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നീ നിഷ്കളങ്കനായിരിക്കണം. നോഹയെക്കുറിച്ച് ഉൽപ്പത്തി 6:9 നോഹ നീതിമാനായിരുന്നു, ആ തലമുറയിലെ കറയറ്റ മനുഷ്യൻ. ഇതാണ് നോഹയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നോഹയും കുടുംബത്തെയും മാത്രമാണല്ലോ ആ കപ്പലിൽ കയറ്റി ദൈവം തന്നെ കതകടച്ച്
പുതിയ ഒരു ജനതതി ഉണ്ടാക്കാൻ ദൈവം ഇടയാക്കിയത് ജലപ്രളയം കൊണ്ട് ബാക്കി എല്ലാത്തിനും നശിപ്പിച്ചു. അതിൻ്റെ കാരണം ബൈബിളിൽ നമ്മൾ കാണുന്നത്, ആ തലമുറയിൽ നീതിമാനായി ഒരുവനെ കണ്ടു, നോഹ. അവനെ രക്ഷിച്ചു, അവൻ്റെ കുടുംബത്തെ രക്ഷിച്ചു. വീണ്ടും ജനങ്ങൾ പെരുകാൻ ദൈവം ഇടയാക്കി. വിശ്വാസികളായ നമ്മളെക്കുറിച്ച് പൗലോസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എഫേസ്യൻകാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 4-ാം വാക്യം, തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. നമ്മളെ തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്തത് എന്തിനാണ്? അവൻ്റെ മുമ്പിൽ നമ്മൾ സ്നേഹത്തിലായിരിക്കണം, പരിശുദ്ധരായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം. അതിനാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. ഒരു കാര്യം കൂടെ നമുക്ക് ആ വാചകത്തിൽ കാണാൻ സാധിക്കും. നമ്മളെ തിരഞ്ഞെടുത്തു, അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. തിരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ എല്ലാവരെയും അങ്ങ് വിളിച്ചെന്നല്ല, തിരഞ്ഞെടുക്കപ്പെടുന്നവരുണ്ട്. അതൊരു പ്രത്യേക പദവിയാണ്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു, മറ്റൊരാളെ അല്ലല്ലോ, എന്നെയാണല്ലോ തിരഞ്ഞെടുത്തത്. അതിൽ നമ്മൾ സന്തോഷിക്കുകയും ദൈവത്തിന് കൃതജ്ഞത പറയുകയും ചെയ്യണം. എന്നെ തിരഞ്ഞെടുത്തു എന്നത് എന്നാ തിരഞ്ഞെടുത്തത്? ഞാൻ ജനിച്ചപ്പോഴാണെന്നാണ് ചിലർ വിചാരിക്കുന്നത്. അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം തിരഞ്ഞെടുത്തു. എന്നെ എപ്പോഴാണ് ദൈവം കണ്ടത്? ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചപ്പോഴാണോ? അല്ല, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം എന്നെ കണ്ടു, തിരഞ്ഞെടുത്തു. അതാണ് എൻ്റെ പ്രത്യേകത. അത് നമ്മൾ ഓർക്കണം. ദൈവത്തിൻ്റെ സെലക്ഷൻ, തിരഞ്ഞെടുപ്പ്. നമ്മൾ പറയാറില്ലേ, ഏശാവും യാക്കോബും അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ തന്നെ തിരഞ്ഞെടുപ്പൊക്കെ നടന്നു കഴിഞ്ഞു. യാക്കോബിനെ തിരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പുണ്ട്, അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുക. അത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. നമ്മുടെ ഒരു ദൈവികമായ ആ വിഷയത്തിൽ ഒരു സാക്ഷ്യമാണത്. നമ്മളെ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. തിരഞ്ഞെടുത്തിരിക്കുന്നതിന് ഉദ്ദേശം അവിടെ പറഞ്ഞത് പരിശുദ്ധരായിരിക്കണം, സ്നേഹത്തിലായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നമ്മളെ യോജിപ്പിച്ചിരിക്കുന്നത്, അനുരഞ്ജിപ്പിച്ചിരിക്കുന്നത് അവിടുത്തെ മുമ്പിൽ നമ്മൾ പരിശുദ്ധരും കളങ്കമറ്റവരും നിർമ്മലരുമായി സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മളെ തിരഞ്ഞെടുത്തത് എന്തിനാ? വെറുതെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയല്ല. നമ്മൾ നിഷ്കളങ്കരായിരിക്കണം, പരിശുദ്ധരായിരിക്കണം, കുറ്റമറ്റവരായിരിക്കണം. അതിനുവേണ്ടിയാണ് അവൻ്റെ മരണത്താൽ നമ്മളെ തിരഞ്ഞെടുത്ത് വച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 11-ന്റെ വാക്യത്തിൽ ഒരാശയം കൂടെ നമുക്ക് ചിന്തിക്കാം. ദൈവികമായ ദുഃഖം അവരിൽ തീക്ഷ്ണത ഉളവാക്കിയിരിക്കുന്നു. കൊറിന്തോസ്കാർക്ക് ദൈവികമായ ദുഃഖം ഉണ്ടായതുകൊണ്ടുള്ള ഗുണങ്ങളാണ് ആ 11-ാം വാക്യത്തിൽ പറയുന്നത്. ഇപ്പോൾ പറയുന്ന ആ ഭാഗം അവരിലെ തീക്ഷ്ണത ജ്വലിപ്പിച്ചിരിക്കുന്നു. എന്ത്? ദൈവികമായ അവരുടെ പശ്ചാത്താപം അവരിൽ തീക്ഷ്ണത ജ്വലിപ്പിച്ചിരിക്കുന്നു. തീക്ഷ്ണത വേണമെന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർത്തോണം. അത് നമ്മൾ മനസ്സിലാക്കണം. റോമാക്കാർക്കുള്ള ലേഖനത്തിൽ 12-ാം അധ്യായം 11-ാം വാക്യം, തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. നമ്മൾ കർത്താവിനെ ശുശ്രൂഷിക്കണം. പൗലോസിനും കൂട്ടർക്കും മാത്രമല്ല, നമ്മളെല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്. കർത്താവിനെ ശുശ്രൂഷിക്കണം. എങ്ങനെ? ആത്മാവിൽ ജ്വലിക്കുന്നവരായിട്ട് ശുശ്രൂഷിക്കണം. ഒരു മന്ദഗതിയിലുള്ള ഒരു ശുശ്രൂഷയല്ല, ആത്മാവിൽ ജ്വലിക്കുന്നവരായിട്ട്. തീക്ഷ്ണതയിൽ മാന്യം വരാൻ പാടില്ല, തീക്ഷ്ണത വേണം എന്ന് അർത്ഥം. പത്രോസ് ഇത് തന്നെ പറയുന്നുണ്ട്. 2 പത്രോസ് 1:13 ഞാൻ വായിക്കാം. ഞാൻ ഈ ആയിരിക്കുന്നിടത്തോളം കാലം ഓർമ്മപ്പെടുത്തൽ വഴി നിങ്ങളെ ഉണർത്തുന്നത് നല്ലതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പത്രോസ് എന്നൊരു കാര്യം,
ഓർമ്മപ്പെടുത്തൽ വഴി നമ്മളെ ഉണർത്തുകയാണ്, തീക്ഷ്ണത വരുത്തുകയാണ്. അത് നല്ലതാണെന്ന് ഞാൻ കരുതുന്നു, അത് ഉചിതമാണെന്ന് കരുതുന്നു. പത്രോസ് ചെയ്ത വേല നമുക്ക് ഉപയോഗപ്പെടുത്താം. മറ്റുള്ളവരെയൊക്കെ നമുക്ക് തീക്ഷ്ണത വരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഓർമ്മപ്പെടുത്തൽ കൊടുക്കണം. എന്നിട്ട് അവർ ഉണർന്നു വരും. ചിലർ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരിക്കൽ കേട്ട് കാണും, പിന്നെ അതങ്ങ് മറന്നുപോയി കാണും, തീക്ഷ്ണത കുറഞ്ഞു പോയി കാണും. അപ്പോൾ നമ്മളൊന്ന് ഉണർത്തണം. അടുത്തിരിക്കുന്ന ആൾ ഉറങ്ങുവാണെങ്കിൽ നമ്മൾ തട്ടി ഉണർത്തുന്നത് പോലെ ദൈവവചനങ്ങൾ വീണ്ടും അവരെ കേൾപ്പിച്ച് അവർക്ക് കിട്ടിയ കൃപകളെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് അവരെ ഒന്ന് തീക്ഷ്ണതയിൽ ഉണർത്തിക്കൊണ്ടുവരണം. പത്രോസ് അതാ ചെയ്തത്. നമുക്കും ചെയ്യാവുന്നൊരു ചെറിയ കാര്യമാണ്. ചെറിയതല്ലത്, വലിയ കാര്യം തന്നെയാണ്. അടുത്തിരിക്കുന്ന ആളിനെ ഒന്ന് ഉണർത്തണം. നമ്മുടെ കൂടെ പ്രാർത്ഥനാ യോഗത്തിലുണ്ടായിരിക്കും, പക്ഷേ ഉണർവ് അവർ കാണുന്നില്ലെങ്കിൽ നമുക്ക് ഒരു ഉണർത്തൽ കൊടുക്കാം. അതൊന്ന് ഉണർത്തിയാൽ മതി, അവൻ്റെ തീക്ഷ്ണത വർദ്ധിക്കും. അത് പത്രോസ് ചെയ്തു. നമുക്കും അത് ചെയ്യാൻ അനുകൂലമായൊരു മാതൃക കാര്യമാണ്. വെളിപാട് 3:15 ലവോദിക്യ സഭയെക്കുറിച്ച് അവർക്ക് ദൂതൻ എഴുതാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിരിക്കുന്നൊരു വാചകമാണ്. ദൈവത്തിൻ്റെ വാക്കാണ്. യോഹന്നാൻ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ എഴുതി അങ്ങോട്ട് അറിയിക്കണമെന്ന്. നിൻ്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ആരുടെ? ലവോദിക്യയിലെ മേൽ നോട്ടക്കാരന്, ശ്രേഷ്ഠന്. നിൻ്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ഒന്നീ തണുപ്പ് അല്ലേ ചൂട്. നീ ഒരു മന്നോഷണക്കാരനാണ്, അതുപോരാ. തണുപ്പുമല്ല ചൂടുമില്ല. ചൂടായിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ഇവൻ രണ്ടുമല്ല, അതുപോരാ. ഒരു മന്ദമായ രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് സഞ്ചരിച്ച് പോയാൽ അത് ക്രിസ്തീയ ജീവിതത്തിന് പറ്റിയതല്ല. തീക്ഷ്ണത വേണമെന്നർത്ഥം. കൊറിന്തോസ്കാർക്ക് ദുഃഖമുണ്ടായതുകൊണ്ട് ആ തീക്ഷ്ണത ഉണ്ടായെന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ തീക്ഷ്ണമായ പ്രവർത്തനം ഉണ്ടായിരിക്കണം ഓരോ ക്രിസ്തീയ വിശ്വാസിക്കും. മന്ദമായിട്ടിരുന്ന പോരാ, ചൂടില്ലാതെ തണുത്തിരുന്ന പോരാ. ഒരു തണുപ്പം മട്ടിലങ്ങ് ജീവിച്ചാൽ ആരെയും ഉപദ്രവിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. നെഗറ്റീവ് സൈഡ് അങ്ങനെ ഇരുന്നാൽ പോരാ, പോസിറ്റീവ് സൈഡ് വേണം. ഉഷ്ണം വേണം, തീക്ഷ്ണത വരണം. അങ്ങനെ വേണം പ്രവർത്തിക്കാൻ. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ആ അധ്യായത്തിൽ തന്നെ 3:19 പറയുന്നു, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീക്ഷ്ണത ഉള്ളവനാകുക, അനുതപിക്കുക. തീക്ഷ്ണത ഉണ്ടാകാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം അനുതപിക്കുക. നീ ഇങ്ങനെ മന്നോഷണം ആയിട്ടിരുന്നാൽ പോരാ, തീക്ഷ്ണത വരണം. നമ്മുടെ സഭയിൽ എല്ലാവരും തീക്ഷ്ണതയോടുകൂടി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അനേക ആളുകൾ, ഭാരതത്തിലെക്കുറിച്ച് ചിന്തിച്ചാൽ ഇപ്പോൾ 2-2.5% ആൾക്കാരാണ് ക്രിസ്തീയ സഭകളിൽ കൂടി നടക്കുന്നവർ. ശരിയായ ക്രിസ്തീയ വിശ്വാസത്തിൽ എത്ര പേരുണ്ടെന്ന് ഇനി കണക്ക് വേറെ എടുത്താലേ അറിയത്തുള്ളൂ. പക്ഷേ നമ്മളെല്ലാവരും ഉണർന്ന് ഊർജ്ജസ്വലരായി പ്രവർത്തിച്ചിരുന്നു എങ്കിൽ നമ്മുടെ രക്ഷ മാത്രമല്ല, അനേക 90% പേരെങ്കിലും ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ഉള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ഒരാളെയെങ്കിലും രക്ഷിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയണം. നഷ്ടപ്പെട്ടു പോയ ഒരാടിനെയെങ്കിലും. അത്രയും ചെയ്തില്ലെങ്കിലോ 100% വിജയം വരണം. ഒരാളിനെയെങ്കിലും രക്ഷപ്പെടുത്താലും അത്രയെങ്കിലും ആകുമല്ലോ. അതിൽ സന്തോഷിക്കുകയാണ്. സ്വർഗത്തിൽ സന്തോഷമുണ്ടല്ലോ, നമുക്കും അതിൽ സന്തോഷിക്കാം. മത്തായിയുടെ സുവിശേഷം 18:13 ഞാൻ വായിക്കുകയാണ്. വഴിതെറ്റിപ്പോയ ഒരാടിനെക്കുറിച്ച് പറയുന്നിടമാണ്. അതിനെ കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച് വഴിതെറ്റിപ്പോകാത്ത 99 എന്നതിലധികമായി അവൻ സന്തോഷിക്കും, ഉടമസ്ഥൻ സന്തോഷിക്കുന്നു. അത് നമ്മൾ ഓർക്കണം. ഒരാളെ രക്ഷപ്പെടുത്തുവാൻ നമ്മൾ വഴി സാധിച്ചുവെങ്കിൽ സ്വർഗത്തിൽ സന്തോഷം, നമ്മളെക്കുറിച്ച് അത്രയേലും ചെയ്തല്ലോ എന്നൊരു സന്തോഷവും ഉണ്ടാകും എന്ന് ഓർത്തിരിക്കണം. ഞാൻ വാക്യം 12 കിടക്കുകയാണ്. 12ാമത്തെ വാക്യം വായിക്കുന്നു. അപരാധം ചെയ്തവനെ പ്രതിയോ അപരാധത്തിന് ഇരയായവനെ പ്രതിയോ അല്ല ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. പ്രത്യുത
ഞങ്ങളോട് നിങ്ങൾക്കുള്ള താല്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടേണ്ടതിനാണ്. തന്മൂലം ഞങ്ങൾക്ക് ആശ്വാസമായി. 13-ാം വാക്യം. പന്ത്രണ്ടാം വാക്യത്തിൽ അപരാധം ചെയ്തതിനെ പ്രതിയോ അപരാധത്തിന് ഇരയാവിനെ പ്രതിയോ അല്ല ഞാൻ നിങ്ങൾക്ക് എഴുതിയത്, പ്രത്യുത നിങ്ങൾക്കുള്ള താല്പര്യം ദൈവസന്നിധിയിൽ വെളിപ്പെടേണ്ടതിനാണ്. കൊറിന്തോസ്കാർക്ക് പൗലോസിനോട് വലിയ താല്പര്യമുണ്ടായി. അതുപോലെ പൗലോസിന് അവരോട് വലിയ താല്പര്യമുണ്ടായി എന്ന് നമ്മൾ ഓർക്കണം. 12-ാം വാക്യത്തിൽ പൗലോസിന് അവരോട് വലിയ താല്പര്യവും അവർ കെയറിങ് ഉണ്ടായി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 28 ഇങ്ങനെ പറയുന്നു, എല്ലാ സഭകളെക്കുറിച്ചും പൗലോസിന് ഉത്കണ്ഠയുണ്ടായിരുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് പ്രസംഗിച്ചിട്ട് അങ്ങ് പോവുകയല്ല. ആ സ്ഥാപിക്കപ്പെട്ട സഭയുടെ വളർച്ചയെക്കുറിച്ച്, അവരുടെ പഠനങ്ങളെക്കുറിച്ച്, അവരുടെ ചെയ്തികളെക്കുറിച്ച് പൗലോസ് ഇങ്ങനെ നോക്കും. ഉത്കണ്ഠയുണ്ട് പൗലോസിന്. അങ്ങനെ പൗലോസ് പ്രവർത്തിച്ചുകൊണ്ടേ ഇരുന്നു. 1 തെസലോനിക്ക 2:10 മുതൽ 12 വരെ 2-3 വാക്യങ്ങൾ വായിക്കാം. വിശ്വാസികളായ നിങ്ങളോടുള്ള ഞങ്ങളുടെ പെരുമാറ്റം എത്ര പവിത്രവും നീതിപൂർവവും നിഷ്കളങ്കവുമായിരുന്നു എന്ന് നിങ്ങളും ദൈവവും സാക്ഷികളാണ്. പിതാവ് മക്കളോടെന്ന പോലെ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അനുശാസിക്കുകയും ചെയ്തു എന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു സഭാശ്രേഷ്ഠൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പൗലോസ് അവിടെ കാണിച്ചിട്ടുണ്ട്. പൗലോസ് ചെയ്തത് പെരുമാറ്റം പവിത്രമായിരുന്നു, നീതിപൂർവമായിരുന്നു, നിഷ്കളങ്കമായിരുന്നു. എങ്ങനെയാണ് പെരുമാറിയത്? പിതാവ് മക്കളോടെന്ന പോലെ ഞങ്ങൾ നിങ്ങളെ ഉപദേശിച്ചു. സഭാശ്രേഷ്ഠൻ ആ ഇടവകയിലെ ജനങ്ങളോട് എങ്ങനെ പെരുമാറണം? അപ്പൻ മക്കളോട് പെരുമാറുന്നത് പോലെ പെരുമാറണം. അല്ലാതെ വടിയെടുത്ത് അടിക്കാനല്ല, പുറത്താക്കാനല്ല, ശാസിക്കാനുമല്ല, പേടിപ്പിക്കാനുമല്ല. മക്കളോട് പിതാവ് എങ്ങനെ പ്രവർത്തിക്കുന്നു അതുപോലെ പ്രവർത്തിക്കണം. അവരെ പ്രോത്സാഹിപ്പിക്കണം, ഉപദേശം കൊടുക്കണം, അനുശാസനങ്ങളും കൊടുക്കണം. പേടിപ്പിക്കല്ല. നിൻ്റെ ചില അവകാശങ്ങൾ ഞാൻ നിഷേധിച്ച് കളയും എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെ പേടിപ്പിക്കാനല്ല ഈ പറയുന്നത്. ഉപദേശരൂപേണ എല്ലാം ചെയ്തു പറഞ്ഞ് മനസ്സിലാക്കി മാതൃകയായിട്ടെല്ലാം ചെയ്യണം. ഇതാ സഭാശ്രേഷ്ഠൻ ചെയ്യേണ്ടേ. ഞാൻ വലിയ ഭരണാധികാരിയാണ്, ഞാനാണ് ഇവിടുത്തെ എല്ലാം എന്ന് വിചാരിച്ച് ചെയ്യാനല്ല പറഞ്ഞത്. യേശു തന്നെ എന്താണ് പറഞ്ഞത് പത്രോസിനോട്? എൻ്റെ ആടുകളെ മേയിക്കുക. മേയിക്കാനാണ് പറഞ്ഞത്, ഭരണത്തിൻ്റെ കാര്യമല്ല എന്ന് ആ വാക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. പച്ചയായ പുൽപ്പുറങ്ങളിലേക്കും സ്വച്ഛമായ ജലാശയങ്ങളിലേക്കും നയിക്കുക ആട്ടിടേൻ്റെ ജോലിയാണ്. അതാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ഓർത്താണ്. അപ്പസ്തോല പ്രവൃത്തികളിൽ 20-ാം അധ്യായം 31-ാം വാക്യത്തിൽ പൗലോസിനെക്കുറിച്ച് ഒരു വാചകം അവിടെ എഴുതിയിട്ടുണ്ട്. 3 വർഷം രാപ്പകൽ കണ്ണുനീരോടുകൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നതിൽ നിന്ന് നിങ്ങളെ ഉപദേശിച്ചു എന്നാണ് പൗലോസ് ഈ എഫേസോസുകാരോട് പറഞ്ഞത്. എഫേസോസുകാരുടെ യാത്ര പറഞ്ഞ്
പോകുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളിൽ ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവരെ കുറേ പേരെ വിളിച്ചിട്ട് അവരോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണത്. പൗലോസ് കണ്ണുനീരോടുകൂടിയൊക്കെ പറയുകയാണ്, ഞാൻ 3 വർഷം എഫെസോസിലെ 3 വർഷം പ്രവർത്തിച്ചു. അവിടെയാണ് പൗലോസ് കൂടുതൽ പ്രവർത്തിച്ചെന്ന് തോന്നുന്നു. കൊറിന്ത്യയിൽ പ്രവർത്തിച്ചു അതൊരു 2.5 വർഷത്തോളമേ ഉണ്ടായിരുന്നുള്ളൂ. എഫെസോസുകാരോട് പറയുക, ഞാൻ 3 വർഷം രാപ്പകൽ കണ്ണുനീരോടുകൂടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, ഭരിക്കുകയല്ല. കണ്ണുനീരോടുകൂടി ഉപദേശിച്ചു എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഇതാണ് പൗലോസ് പറയുന്നത്. പൗലോസ് വേറൊരു വാചകം കൂടെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളിലും ഞാൻ നിങ്ങൾക്ക് മാതൃക നൽകി. ഒരു സഭാശ്രേഷ്ഠൻ മാതൃക കാണിക്കുന്നവനായിരിക്കണം. എല്ലാ കാര്യങ്ങളിലും ഞാൻ നിങ്ങൾക്ക് മാതൃക നൽകി. ഇത് എന്തിനാണ് ഇവിടെ എടുത്തെഴുതിയത്? നമ്മുടെ സഭാശ്രേഷ്ഠന്മാരും അങ്ങനെയായിരിക്കണം എന്ന് കാണിക്കാനാണ്. പതിമൂന്നാം വാക്യത്തിൽ തന്മൂലം ഞങ്ങൾക്ക് ആശ്വാസം ആയി എന്നെഴുതിയിരിക്കുന്നുവല്ലോ. ഇവിടെ എന്തുകൊണ്ടാണ് ഒരു ആശ്വാസം, ഒരു സന്തോഷം പൗലോസിനുണ്ടായത്? പൗലോസിന് ആ സന്തോഷം ഉണ്ടായതിന് കാരണം താനൊരു ജോലി ചെയ്തു. അത് വിത്ത് വിതയ്ക്കുന്നതിനോടാണ് കർത്താവ് തന്നെ പല പ്രാവശ്യവും ഉപമിച്ചിരിക്കുന്നത്. വിത്ത് വിതച്ചാൽ അതിൻ്റെ കൊയ്ത്തിൻ്റെ സമയം വരുമ്പോൾ എന്തൊരു സന്തോഷമാണ്, നല്ല ഫലം കിട്ടിയാൽ. സങ്കീർത്തനം 126:6 ഞാൻ വായിക്കുകയാണ്, വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. വിത്ത് വിതയ്ക്കണം, അവസാനം കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങാം. വിത്ത് വിതയ്ക്കുമ്പോൾ വിലാപത്തോടായിരിക്കും വിതയ്ക്കുന്നത്, പക്ഷെ കറ്റ കൊയ്ത് ആഹ്ലാദത്തോടു കൂടി വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോകുമ്പോൾ വളരെ ആഹ്ലാദമാണെന്ന് ഓർത്തോണം. വിതയ്ക്കുന്നവർക്കേ ഈ ആഹ്ലാദം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് വിതയ്ക്കണം. നമ്മളെ വിതയ്ക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. എല്ലാവരോടും പറഞ്ഞിരിക്കുന്നതാണ് ഈ വചനം വിതയ്ക്കണമെന്ന്. അപ്പോൾ വിതച്ചാലുള്ള ഗുണം എന്താണ്? ഫലമുണ്ടാകും. ചിലപ്പോൾ 1 ആയിരിക്കും, ചിലപ്പോൾ 2 ആയിരിക്കും, 30 മേനിയായിരിക്കും, 40 മേനിയായിരിക്കും, 60 ആയിരിക്കും. 100 മേനി ഫലം പുറപ്പെടുവിച്ചാൽ എത്ര സന്തോഷം! സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് കയറി ചെല്ലാം. സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രതിഫലം ലഭിക്കുമെന്ന ഒരു ആശയമാണത്. സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പത്രോസ് എനിക്ക് നിങ്ങളെക്കുറിച്ച് സന്തോഷവും ആശ്വാസവും ഒക്കെ ഉണ്ടായെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളിൽ ഫലം പുറപ്പെടുവിച്ചു എന്ന് കണ്ടത് എനിക്ക് വളരെ സന്തോഷമായിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. യോഹന്നാൻ്റെ സുവിശേഷം 4:36 ഈ ആശയം തന്നെ പറഞ്ഞിട്ടുണ്ട്. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒപ്പം സന്തോഷിക്കുന്നു. ഒരാൾ വിതച്ചിട്ട് പോയി മറ്റൊരാളാണ് കൊയ്യുന്നെങ്കിൽ ഈ ഫലം ഇങ്ങനെ കൊയ്യുകയാണല്ലോ. അത് നിത്യജീവനിലേക്കാണ് ഫലം കൊയ്യുന്നത്, സ്വർഗം. ആ നിത്യജീവനിലേക്ക് ഫലം കൊയ്യുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. ആ വിതയ്ക്കുന്നവനും സന്തോഷിക്കാം, കൊയ്യുന്നവനും സന്തോഷിക്കാം. 2 പേർക്കും സന്തോഷം ഉണ്ടാകും എന്ന് ചുരുക്കം. നഷ്ടപ്പെട്ടു പോയ ഒരു നാണയത്തെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 15 10 ഇങ്ങനെ പറയുന്നത്, ഈ നാണയം 10 1 നഷ്ടപ്പെട്ടു. അത് ആ സ്ത്രീ അടിച്ചു വാരിയെല്ലാം നോക്കി അവസാനം കിട്ടി. എന്തൊരു സന്തോഷമാണ്, ഒരു നാണയമേ ഉള്ളെങ്കിലും. ആ ഒരു നാണയത്തെക്കുറിച്ച് അവൾക്ക് സന്തോഷമുണ്ടായി. കൂട്ടുകാരെയും വീട്ടുകാരെയും അയൽവാസികളെല്ലാം വിളിച്ച് എന്നോടുകൂടി സന്തോഷിക്കുമെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ അനുതപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ ദൈവ സന്നിധിയിൽ, ദൈവരാജ്യത്തിൽ എത്രമാത്രം സന്തോഷമുണ്ടാകും എന്ന് യേശു പറയുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ കൊറിന്തോസിൽ നടന്നത്, കൊറിന്തോസുകാരുടെ ദുഃഖവും പ്രയാസങ്ങളും ഒക്കെ കണ്ടപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വരാനായിട്ട് തീത്തോസിനെ പൗലോസ് അങ്ങോട്ട് പറഞ്ഞയച്ചായിരുന്നു. തീത്തോസോടെ പോയി. ആ സമയത്ത് പൗലോസ് ഫിലിപ്പിയ വരെ ഒന്ന് പോയി. പൗലോസ് ഫിലിപ്പിയയിലായിരിക്കുമ്പോഴാണ് ഈ തീത്തോസ് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നിട്ട് ഒരു റിപ്പോർട്ടം കൊടുക്കുക.
ആ റിപ്പോർട്ടിൽ പറയുന്നത് കൊറിന്തോസുകാരുടെ ഇടയിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു. പശ്ചാത്താപത്തിൻ്റെ ആ ഒരു മാറ്റം, അവരനുസരണമുള്ളവരായി. തീത്തോസിനെ തന്നെ അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. പഴയതുപോലൊന്നും അല്ല, മാറ്റം ഉണ്ടായി എന്നുള്ള കാര്യം വന്ന് അറിയിച്ചു. അതാണ് ഈ സന്തോഷമുണ്ടായി എന്ന് എടുത്തു പറയാനായിട്ടുള്ള ആ ചരിത്രം കാര്യം. പഴയത് ആ കൊറിന്തോസുകാരുടെ തെറ്റുകളൊക്കെ മാറി, അവരനുദപിച്ചു, തീത്തോസിനെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. ആ ദുഃഖം അവർക്കുണ്ടായത്, ദുഃഖമുണ്ടായതിൽ അത് ഗുണകരമായി തീർന്നു. അതുകൊണ്ട് തീത്തോസും പൗലോസും സന്തോഷിക്കുന്നു. ഇതാണ് അവിടെ എൻ്റെ ചരിത്രം. അപ്പോൾ അങ്ങനെ വിത്ത് വിതയ്ക്കുന്നവൻ കൊയ്യുന്ന അവസരത്തിൽ സന്തോഷിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കണം. അതാണ് 13-ാം വാക്യം. 14-ാം വാക്യം, തീത്തോസിൻ്റെ മനസ്സിന് നിങ്ങളെല്ലാവരും ആശ്വാസം ഏകിയതിൽ അവനുണ്ടായ സന്തോഷത്തെ ഓർത്തും ഞങ്ങൾ അത്യധികം സന്തോഷിച്ചു. തീത്തോസിനോടും ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞതിൽ സന്തോഷമുണ്ടായി, അതുകൊണ്ട് എനിക്കും ആ കാര്യത്തിൽ സന്തോഷമുണ്ട്. 14-ാം വാക്യം, നിങ്ങളെ പ്രശംസിച്ച് ഞാൻ അവനോട് ചിലത് സംസാരിച്ചു എന്നതിൽ എനിക്ക് ലജ്ജിക്കേണ്ടി വന്നില്ല. ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതെല്ലാം സത്യമായിരിക്കുന്നത് പോലെ തീത്തോസിനോട് ഞങ്ങൾ മേനി പറഞ്ഞതും സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. നിങ്ങളോട് ഞങ്ങളെല്ലാം പറഞ്ഞതെല്ലാം സത്യസന്ധമായിട്ടാണ്. തീത്തോസിനോട് ഞാൻ നിങ്ങളെക്കുറിച്ച് നല്ല മേനി പറഞ്ഞു, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതും നല്ലതായിരുന്നു, സത്യമാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നമ്മുടെ നാവ് കൊണ്ട് സത്യമേ പറയാവൂ. ചിലർ വിചാരിക്കും തമാശന് വേണ്ടി ഒരു കള്ളം പറയുന്നുണ്ട് കുഴപ്പമില്ലെന്ന്. ഇല്ല, ചിലർ വിചാരിക്കും മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് ദ്രോഹം വരാത്ത രീതിയിൽ ഒരു കള്ളം പറയുന്നുണ്ട്, തെറ്റില്ല എന്ന് ചിലർ വിചാരിക്കും. അങ്ങനെയല്ല. കള്ളമെന്നൊരു കാര്യം നമ്മുടെ ഹൃദയത്തിൽ നിന്നോ നമ്മുടെ നാവിൽ നിന്നോ വരരുത്. എന്തുകൊണ്ടെന്നാൽ ദൈവം സത്യമാണ്, പ്രകാശമാണ്. ഇരുളിൻ്റെ അംശം അതിലില്ല. ആർക്കും വേണ്ടാത്തപ്പോൾ ഇരുട്ട് വരുത്താം എന്നല്ലല്ലോ ദൈവം വിചാരിക്കുന്നത്. ദൈവം എപ്പോഴും പ്രകാശമാണ്, ഇരുട്ടിൻ്റെ അംശമില്ല. കള്ളത്തരത്തിൻ്റെ അംശമൊന്നും അവിടെങ്ങുമില്ല. നമ്മൾ അവനെപ്പോലെ പരിശുദ്ധരും വിശുദ്ധരും ആകണമെന്നാണല്ലോ ദൈവത്തിൻ്റെ ആഗ്രഹം. തമാശന് പോലും കള്ളം പറയുവാനായിട്ട് പാടില്ല. സുഭാഷിതങ്ങളിലെ വാക്യം ഞാൻ വായിക്കുകയാണ്. 12-ാം അധ്യായം 19-ാം വാക്യം, സത്യമായ വാക്ക് എന്നേക്കും നിലനിൽക്കുന്നു, വ്യാജമായ വാക്ക് ക്ഷണികമാണ്. എന്നേക്കും നിലനിൽക്കുന്നത് ഈ സത്യമായ വാക്കാണ്. വ്യാജമോ ക്ഷണികമാണ്. ദൈവത്തിൻ്റെ വചനങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറില്ലേ? അല്ല, ബൈബിൾ തന്നെ പറയുന്നുണ്ടല്ലോ, അത് അവസാനിക്കത്തില്ല. ആ വാക്കിൻ്റെ വള്ളിയോ പുള്ളിയോ കുത്തോ കോമായോ ഒന്നും മാറത്തില്ല. അത് പൂർത്തീകരിക്കും. അതിൽ മാറ്റം വരത്തില്ല. മാറ്റം വരാത്ത ഒന്നാണ് ദൈവത്തിൻ്റെ വചനങ്ങൾ. കാര്യം അത് സത്യമായ വചനങ്ങൾ മാത്രമാണ്. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? അത് സത്യമാണ്, ശരിയാണ്, സംഭവിച്ചവയാണ്, സംഭവിക്കാൻ പോകുന്നവയാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നവയാണ്, സംഭവിക്കുന്നവയുമാണ്. യാതൊരു മാറ്റവും അതിലില്ല. അതാണ് ദൈവവചനത്തിൻ്റെ പ്രത്യേകത. അതിനെ ഒന്നും ഒരക്ഷരം കൂട്ടിച്ചേർക്കുകയോ കുറയ്ക്കുകയോ അരുത്. കാര്യം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടിച്ചേർക്കാനും കുറയ്ക്കാനും ഉള്ളതല്ല ദൈവത്തിൻ്റെ വചനം. അത് ദൈവത്തിൻ്റെ വചനമാണ്. അത് പൂർണ്ണമായിട്ടും സത്യമാണ്. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മളതിനെ പേന കൊണ്ടോ ഒന്നും എഴുതി ചേർക്കുകയൊന്നും വേണ്ട, കുറയ്ക്കുകയും വേണ്ട. അത് പാടില്ല. കാരണം ദൈവത്തിൻ്റെ വചനം സത്യം, അത് മാറ്റം പാടില്ല, മാറത്തുമില്ല എന്ന വാസ്തവം. എഫെസോസുകാരോട് പൗലോസ് ഒരു വാചകം പറയുന്നു. 4-ാം അധ്യായം 25-ാം വാക്യം, വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരനോട് സത്യം സംസാരിക്കണം, കാരണം നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്.
സഹോദരങ്ങളോട് മറ്റുള്ളവരോട് സത്യമേ സംസാരിക്കാവൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കാരണം കൂടെ പൗലോസ് പറയുകയാണ്, നമ്മളെല്ലാം ഒരു ശരീരമാണ്, ക്രിസ്തുവിനോട് ചേർന്ന് ഒറ്റ ശരീരമാണ്. അപ്പം പിന്നെ ഞാൻ എന്നോട് തന്നെ കള്ളം പറയാവോ? പാടില്ല. അത് പൗലോസ് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പൗലോസ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, നാം അരമുറുക്കണം സത്യം കൊണ്ട്. നമ്മൾ സത്യം കൊണ്ടാണ് അരമുറുക്കേണ്ടത് എന്നും ഓർത്തിരിക്കണം. വെളിപാട് 14-ാം അധ്യായത്തിൽ നാം ഒരു കാര്യം കാണുന്നു. മനുഷ്യപുത്രൻ്റെ കൂടെ 144,000 പേര് നിൽക്കുന്നു. അവരെക്കുറിച്ച് ഒരു കമൻ്റുണ്ട്. അവരുടെ അധരങ്ങളിൽ വ്യാജ്യം കാണപ്പെട്ടില്ല, അവർ നിഷ്കളങ്കരാണ്. ഈ 144,000 പേരിങ്ങനെ അവിടെ നിൽക്കുന്നത് എന്താ? അവരുടെ പ്രത്യേകത എന്താ? അവരുടെ നാവിൽ വ്യാജ്യം കാണപ്പെട്ടില്ല, അവർ നിഷ്കളങ്കരാണ്. കണ്ടോ, 144,000 പേരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതിലൊരാൾ നമ്മളാവണ്ടേ? ഞാൻ 15-ാം വാക്യത്തിലോട്ട് കയറുകയാണ്. 15-ാം വാക്യം, നിങ്ങളെല്ലാവരുടെയും അനുസരണത്തെക്കുറിച്ചും ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളവനെ സ്വീകരിച്ചതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾ തളിരുതാണ്. എനിക്ക് നിങ്ങളിൽ പൂർണ്ണമായ വിശ്വാസമുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾക്കെല്ലാവരുടെയും അനുസരണം, ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ അവനെ സ്വീകരിച്ച കാര്യം. ഇത് വേറെ വാക്കി പറഞ്ഞാൽ സ്നേഹത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പരസ്പരമുള്ള സ്നേഹത്തെക്കുറിച്ചാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്. എത്ര സ്നേഹത്തോടുകൂടി നിങ്ങൾ തീത്തോസിനോട് പെരുമാറി, നിങ്ങളുടെ ഇടയിൽ തന്നെ സ്നേഹത്തിൻ്റെ വളർച്ച ഞങ്ങൾ കണ്ടു. അതിലുള്ള ആ സന്തോഷമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. സുഭാഷിതങ്ങൾ 10-ാം അധ്യായം 12-ാം വാക്യം, വിദ്വേഷം കലഹമിളക്കി വിടുന്നു, സ്നേഹമോ എല്ലാ അപരാധങ്ങളും പൊറുക്കുന്നു. സ്നേഹത്തിൻ്റെ ചില പ്രാധാന്യങ്ങൾ ബൈബിളിൽ നിന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവിടെ കൊറിന്തോസ്കാർക്ക് സ്നേഹം വർദ്ധിച്ചു വന്നു എന്നുള്ള സന്തോഷമാണ്. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് എഴുതുന്നു, 5-ാം അധ്യായം 13-ാം വാക്യം, സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം സേവിക്കുവിൻ. നമ്മൾ എല്ലാവരെയും സേവിക്കാനാണ്, അല്ല സേവിക്കപ്പെടാനല്ല യേശു പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. യേശു അങ്ങനെ ചെയ്തതെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. പരസ്പരം സേവിക്കണം, ദാസരെ പോലെ അങ്ങ് സേവിക്കണം മറ്റുള്ളവരെ. സ്നേഹത്തോടുകൂടെ എന്നിലൊരു ഭാരം ഏൽപ്പിക്കപ്പെട്ടു, അതുകൊണ്ട് ഞാൻ ചെയ്യുകയാണെന്നല്ല. ഒരു ജോലി എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതങ്ങ് കഷ്ടപ്പെട്ടാലും അങ്ങ് ചെയ്യാം എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ ചെയ്യുന്നത് സ്നേഹത്തോടുകൂടി ആയിരിക്കണം. ദാസൻ്റെ രൂപത്തിൽ തന്നെയാണ് നമ്മളങ്ങ് സേവനം ചെയ്യണം. സ്നേഹത്തോടുകൂടി അത് ചെയ്യണം. ഗലാത്യ 5:13. സ്നേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ബൈബിളിൽ നിന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്താം. ഒന്ന്, സ്നേഹമെന്ന് പറയുന്നത് നിഷ്പക്ഷമായിരിക്കണം. അതായത് കക്ഷിരഹിതമായിരിക്കണം. ഏത് ആളാണ് ഇന്നരാണ് എന്നാൽ അങ്ങ് സ്നേഹിക്കുക, അങ്ങനെയല്ല. എല്ലാവരെയും സ്നേഹിക്കണം. നിയമാവർത്തന പുസ്തകം 10:19 ഇങ്ങനെ നമ്മളോട് നിർദ്ദേശിക്കുകയാണ്, പരദേശിയെ സ്നേഹിക്കുക. ഈജിപ്തിൽ നിങ്ങൾ പരദേശികളായിരുന്നല്ലോ. ഇസ്രായേൽക്കാരോട് പറയുകയാണല്ലോ, അവർ ഈജിപ്തിൽ പരദേശികളാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ഓർക്കണം. നിങ്ങൾ ഒരു കാലത്ത് പരദേശികളായിട്ടാണ് ഈജിപ്തിൽ താമസിച്ചത്. ഇന്ന് നിങ്ങളുടെ ഇടയിൽ പരദേശികളുണ്ടെങ്കിൽ അവരോട് ദേഷ്യപ്പെടുകയും അവരെ വെറുക്കുമെന്നും വരുത്.
നിങ്ങൾ ഓർക്കണം പരദേശികളായിരുന്നെന്ന്. അതുകൊണ്ട് നിങ്ങളും അവരെയും സ്നേഹിക്കണം, പരദേശികളെയും സ്നേഹിക്കണം. ഒരു വിഭാഗം ആൾക്കാരെ മാത്രം സ്നേഹിക്കാനല്ല സ്നേഹമെന്നുള്ള വാക്ക് നമ്മളോട് നിർദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഒരു പോയിൻ്റ്, സ്നേഹമെന്ന് പറയുന്നത് നിസ്വാർത്ഥമായിരിക്കണം. നിസ്വാർത്ഥമായിരിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നാം സ്നേഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 39-ാം വാക്യം ഇങ്ങനെ പറയുന്നു. യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നാണ്. നാം അയൽക്കാരനെ സ്നേഹിക്കുമ്പോൾ എന്നെപ്പോലെ തന്നെ അവനെ സ്നേഹിക്കണം. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, സ്നേഹം ശിഷ്യത്വത്തിൻ്റെ തെളിവാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സ്നേഹം. ശിഷ്യന്മാരോട് യേശു പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യം, നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. സ്നേഹമുണ്ടെങ്കിലാണ് യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് അറിയുന്നത്. ഒരു സഭയിൽ തന്നെ ഗ്രൂപ്പ് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് വ്യക്തമായിട്ടിവിടെ പറഞ്ഞിട്ടുണ്ട്, അവിടെ അവർ യേശുവിൻ്റെ ശിഷ്യന്മാർ അല്ല. യേശുവിൻ്റെ ശിഷ്യന്മാരാണെങ്കിൽ പരസ്പരം സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുമ്പോഴാണ് യേശുവിൻ്റെ ശിഷ്യന്മാരാണെന്ന് അറിയുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നെങ്കിൽ അവർ യേശുവിൻ്റെ ശിഷ്യന്മാരല്ല എന്ന് വ്യക്തമായിട്ട് ഈ വാചകം സൂചിപ്പിക്കുന്നു. നാലാമത്തെ കാര്യം സ്നേഹത്തെക്കുറിച്ച്, സ്നേഹത്തിൻ്റെ ഒരു മാനദണ്ഡം എന്താണ്? ഏതുകൊണ്ടാണ് ഈ അളക്കേണ്ടത്? സ്നേഹത്തിൻ്റെ മാനദണ്ഡം ക്രിസ്തുവിൻ്റെ സ്നേഹമായിരിക്കണം. യോഹന്നാൻ 15:12 ഞാൻ വായിക്കുകയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അളവുകോല് എന്ന് പറയുന്നത് യേശുവിൻ്റെ സ്നേഹമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അഞ്ചാമത്തെ കാര്യം, സ്നേഹം ആത്മാർത്ഥമായിരിക്കണം. റോമർ 12:9, നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ, തിന്മയെ ദേഷിക്കുവീൻ, നന്മയെ മുറുകെ പിടിക്കുവീൻ. ആറാമത്തെ കാര്യം, സ്നേഹം സമൃദ്ധമായിരിക്കണം. 1 തെസ്സലോനിക്ക 3:12, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് തമ്മിലും മറ്റെല്ലാവരോടുമുള്ള സ്നേഹം വളർന്ന് സമൃദ്ധമാകട്ടെ. സ്നേഹം സമൃദ്ധമാകണം, വളർന്ന സമൃദ്ധമാകട്ടെ. ഒരു കാര്യം നമ്മൾ ഓർക്കണം, സ്നേഹമെന്ന് പറയുന്നത് വളരുന്ന ഒരു കാര്യമാണ്. അത് സമൃദ്ധമാകണം, 100 മേനി ഫലം പുറപ്പെടുവിക്കണം. അതാണ് സമൃദ്ധം. വളർന്നു വരണം. 5-ാം വയസ്സിൽ ഞാൻ ദൈവത്തെ, യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും 50-ാമത്തെ വയസ്സിൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഒരുപോലെയല്ല, ആകരുത്. വളർച്ച വന്നുകൊണ്ടിരിക്കണം. കാരണം ദൈവവചനത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവ് നമ്മൾ പഠിക്കണം. കൂടുതൽ ജ്ഞാനം, പ്രായം കൂടുന്നതിൻ്റെ അനുസരിച്ച് ഈ ജ്ഞാനത്തിൽ നമ്മൾ വളരണം. അങ്ങനെ വരുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിച്ച് വരണം, വളർന്ന് വർദ്ധിക്കണം. മറ്റുള്ളവരോടുള്ള സ്നേഹവും വളർന്ന് വർദ്ധിക്കണം. അതപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം, സ്നേഹമെന്ന് പറയുന്നത് വളർന്നു വരുന്ന ഒരു കാര്യമാണ്. അത് സമൃദ്ധമായി തീരുന്നതാണ്. വളർന്നു വരുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യണം. വളം ചേർക്കണമെങ്കിൽ വളം ചേർക്കണം, വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വളർത്തിക്കൊണ്ട്, സ്നേഹത്തെ വളർത്തിക്കൊണ്ട് വരണം. 7-ാമത്തെ കാര്യം, സ്നേഹമെന്ന് പറയുന്നത് അത് ഉറ്റ സ്നേഹമായിരിക്കണം. 1 പത്രോസ് 1:22, സത്യത്തോടുള്ള വിധേയത്വം വഴി നിഷ്കപടമായ സഹോദര സ്നേഹത്തിനായി നിങ്ങളുടെ ആത്മാവ് പൗത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഹൃദയപൂർവ്വമായും ഗാഢമായും പരസ്പരം സ്നേഹിക്കുവീൻ. ഒരു ഉറ്റ സ്നേഹമാണ്, ഭാഗ്യമായി ചുമ്മാ ഒന്ന് കാണിക്കുന്ന സ്നേഹമല്ല. നമ്മളെ തന്നെ പരിശുദ്ധാത്മാവ് നമ്മളെ പൗത്രീകരിച്ചിരിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയപൂർവ്വമായും ഗാഢമായും സ്നേഹിക്കണം. ചുമ്മാ ഒരു പുറമേ ഒന്ന് കാണിക്കുന്ന സ്നേഹമല്ല, ഗാഢമായിട്ട് നമ്മൾ ഹൃദയപൂർവ്വമായിട്ട് സ്നേഹിക്കണം. 8-ാമത്തെ ഒരു കാര്യം, സ്നേഹത്തിൽ പരഗുണ കാംക്ഷ ഉണ്ടായിരിക്കണം. മറ്റുള്ളവനൊരു നന്മ ഉണ്ടാകണം എന്നുള്ളതായിരിക്കണം സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ ഓർക്കണം.
സുഭാഷിതങ്ങളിലെ 25-ന്റെ 21, 22 വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ശത്രുവിനെ വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക, അത് അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനലുകൾ കൂട്ടും. പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളൊരു വാക്യമാണ്, യേശു തന്നെ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അത് ശത്രുവിനെ വിശക്കുമ്പോൾ ഭക്ഷണവും ദാഹത്തിന് ജലവും കൊടുക്കണം. ഞാൻ ശത്രുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ പലർക്കും സാധിക്കും, പക്ഷേ അതല്ല ഇവിടെ പറയുന്നത്. സ്നേഹിക്കുന്നു എന്ന് പറയുകയല്ല, അത് പ്രകടമാകണം, സ്നേഹം പ്രകടമാകണം. വിശക്കുന്നു എങ്കിൽ ഭക്ഷണം കൊടുക്കണം, വെള്ളമൊക്കെ കൊടുക്കണം. അങ്ങനെ വേണം നമ്മൾ സ്നേഹം പ്രകടമാക്കുവാൻ. തീസ്തോസിനെ അവരെ വളരെ സ്നേഹപൂർവ്വം പെരുമാറിയതിൽ പൗലോസിന് സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ആ വാക്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ നമുക്കിടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ശുശ്രൂഷകരെ നാം ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യണം. 1 തെസ്സലോനിക്ക 5:12-13 വാക്യങ്ങളുടെ ഞാൻ വായിക്കുകയാണ്. പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ വായിക്കുകയാണ്. നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ നയിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ ബഹുമാനിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചവരെ ഉണ്ടല്ലോ, അവരെ നമ്മൾ ബഹുമാനിക്കുകയും അവരോട് സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യേണ്ടതാണ്. അതൊരു നന്ദി ഉള്ള കാര്യമാണല്ലോ. അങ്ങനെ ചെയ്യണം എന്ന് പൗലോസ് വീണ്ടും ഓർപ്പെടുത്തുന്നു. ഈ അധ്യായത്തിൽ ഒരു വാക്യം കൊണ്ടുണ്ട്, അത് ഞാൻ വായിക്കുകയാണ്. എനിക്ക് നിങ്ങളിൽ പരിപൂർണ വിശ്വാസമുള്ളതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. പൗലോസിന് ഏതായാലും ഒരു സന്തോഷം ഉണ്ടായത്, നിങ്ങളിൽ പരിപൂർണ വിശ്വാസം എനിക്കുണ്ട്. എനിക്ക് നിങ്ങളിൽ പരിപൂർണ വിശ്വാസമുള്ളത് കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. പൗലോസിന് ഇപ്പോൾ സന്തോഷിക്കാൻ സാധിക്കുന്നു. കാരണം വിത്ത് വിതച്ചാൽ, കണ്ണുനീരോടുകൂടി വിതച്ചാൽ ആഹ്ലാദത്തോടുകൂടി കറ്റ കൊയ്യാം എന്നുള്ള അതുകൊണ്ടാണ് പൗലോസിന് ഇപ്പോൾ സന്തോഷമുണ്ടായത്. ഈ വാക്യം കൊണ്ട് ഇവിടെ തീരുകയാണ് ആ അധ്യായം. കോരിന്ത്യരുടെ മനോഭാവത്തെക്കുറിച്ചും അവരുടെ ക്രമവിധാനത്തെക്കുറിച്ചും ഒക്കെ പൗലോസിന് സന്തോഷമുണ്ടായി. ഈ വാക്യം അവിടെ ക്ലോസ് ചെയ്യുമ്പോൾ, അവസാനിപ്പിക്കുമ്പോൾ, അത് അടുത്ത 8-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു പ്രാരംഭ വാചകമായിട്ട്, ഒരു സൂചനയായിട്ട് പൗലോസ് അവിടെ ചേർക്കുകയാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് 8-ാമത്തെ അധ്യായം ആരംഭിക്കാം. ഇന്ന് നമ്മൾ ചിന്തിച്ചത് പശ്ചാത്താപത്തിൻ്റെ ചില വാഗ്ദാനങ്ങൾ, പശ്ചാത്താപിക്കുന്നവർക്ക് ദൈവം ചെയ്ത വാഗ്ദാനങ്ങൾ ഉണ്ട്. അതുപോലെ ഇപ്പം നമ്മൾ സ്നേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിച്ചു. സ്നേഹം എങ്ങനെയുള്ളതായിരിക്കണം, അത് നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ടതാണെന്ന് ചിന്തിച്ചു. ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞ് നമ്മൾ സ്നേഹത്തിൽ വളർച്ച പ്രാപിക്കാൻ നോക്കണം. ആത്മശോധന ചെയ്യണം. നമ്മൾക്ക് അത് ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ടോ? വളർന്നു വരണം. പശ്ചാത്താപം നമുക്കുണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ ധ്യാനിക്കണം. അടുത്ത പ്രാവശ്യം നമുക്ക് 8-ാം അധ്യായത്തിലോട്ട് കയറാം. 74-ാമത്തെ എപ്പിസോഡിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കട്ടെ, മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. എല്ലാം യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.